ഹീറോ ഹീറോ എത്തി ഹീറോ. എടാ ഇവിടെ വെച്ചാൽ മതി ആണ്ടി വാടാ വാ. Yeah. അങ്ങനെ നമ്മൾ പാലിയൽപ്പൂരിലേക്ക് എത്തി. അവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ അറിയണത് അവിടെ പറഞ്ഞ പോലത്തെ പെറ്റ്സിനൊന്നും കയറ്റില്ലാന്ന്. അങ്ങനെ അവനടുത്ത് തന്നെ ഒരു ചെറിയൊരു അരുവി കണ്ടപ്പോൾ അവിടെ കുറച്ചു നേരം കിടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടായില്ല. ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ഓടിച്ചു വന്നിട്ട് ഏകദേശം 51 കിലോമീറ്റർ കഷ്ടപ്പെട്ട് ഓടിച്ചു വന്നാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞു പട്ടികളെയും പെറ്റ്സിനൊന്നും കയറ്റില്ല മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒരു അരുവി കണ്ടപ്പോൾ അവിടെ പോയിട്ട് ഇത്തിരി വെള്ളം അവന് കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ചെക്കനെ കുറച്ച് നേരം ഉഷാറാക്കി വെള്ളത്തിലൊക്കെ കുറച്ച് നേരം കളിപ്പിച്ച് ഏതായാലും ഇവിടം വരെ വന്നതല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കൂടെ അവിടെ വെള്ളത്തിലൊക്കെ കളിച്ച് നടന്നു ഞങ്ങൾ. വെള്ളത്തിലൊക്കെ കളിച്ച് കുറച്ച് നേരം ഞങ്ങൾ അതിൻ്റെ ആ എൻട്രി പോയിൻറ്റിൻ്റെ അവിടെ പോയി കുറച്ച് നേരം നിന്ന് ഏതായാലും ഇവിടം വരെ വന്നാലേ നേരിട്ട് അവിടെ പോയി കുറച്ച് നേരം നിന്ന്. അങ്ങനെ ഞാൻ കുറേ തവണ അവിടുത്തെ ഗാർഡുമാരോട് ചോദിച്ച് എങ്ങനെയെങ്കിലും കയറാനുള്ള സംവിധാനം ഉണ്ടോ. അപ്പോൾ അവർ പറഞ്ഞ് വന്യമൃഗങ്ങളുള്ളതുകൊണ്ട് ഒരു തരത്തിലും അവർക്ക് ആ റിസ്ക് എടുക്കാൻ വയ്യ, അവർ ജോലി പോണ കേസാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞവനോട് പറഞ്ഞു അങ്ങോട്ട് നടക്ക്. ഉള്ളിലേക്ക് ജസ്റ്റ് 2 അടി പോണത് കാണിക്കാം. എന്തായാലും വീശോട്ടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇവിടം വരെ വന്നതല്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവനിവിടെ ആക്കിയിട്ട് കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചാൽ ജസ്റ്റ് വെള്ളം വരെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് പോകണം. അവരോട് നോക്കിക്കോളാൻ പറഞ്ഞു. അവർ പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞു. എന്നാലൊരു മനസ്സിനൊരു സുഖമില്ലാതെയാണ് പോകുന്നത്.
അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷമാണ് വളരെ വിഷമകരമായിട്ടുള്ള വാർത്ത അറിയണത്. ഈ കാടിൻ്റെ അകത്തേക്ക് ബെർണോ പോലത്തെ പട്ടികൾക്ക് പെറ്റ്സിനൊന്നും പ്രവേശനമില്ല. കാരണം മറ്റു വന്യമൃഗങ്ങൾക്ക് ഇവരുടെ മണം കേട്ടിട്ട് മണം കിട്ടിയാൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അവർ ഗാർഡ്സ് യാതൊരു വിധത്തിലും ഇവരെ ഞാൻ കുറേ പറഞ്ഞു നോക്കി, പക്ഷെ അവരാരും സമ്മതിക്കുന്നില്ല. അവർക്ക് ആ റിസ്ക് എടുക്കാൻ വയ്യ. ഞങ്ങളിങ്ങനെ ആകെ കുറേ കഷ്ടപ്പെട്ട് അവിടം വരെ എത്തിയിട്ട് ആകെ ഡൗട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ അവിടം വരെ വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട്. പക്ഷെ നമുക്ക് ഒരു 5 മിനിറ്റായിട്ടും പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആ പുഴ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് അവസാനം മനസ്സോടെ ബെർണോനെ അവിടെ ആക്കിയിട്ട് കൗണ്ടറിൻ്റെ അവിടെ ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഉള്ളിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് അവനെ അവിടെ ആക്കിയിട്ട് പോവാണ്. ചേച്ചി ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ പട്ടി ഉണ്ടായിരുന്നേ. അപ്പോൾ ആ പട്ടീനെ അവിടെ ഇട്ടേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയാണ്. ഞങ്ങൾ ജസ്റ്റ് വന്നുകൊണ്ട് ഇവിടെ കയറിയെന്നുള്ളൂ. വേറെ ദിവസം വരാം. ചേച്ചി ഇതിന് ഇവിടെ ഇങ്ങനെ പേര് വരാൻ കാരണം എന്താണ്? ഈ പോര് ആണോ അല്ലേ? ആ ചേച്ചി എത്ര നാളായി ഇവിടെ? 2 വർഷം. ഇവിടെ തന്നെയാണോ വീട്? പോണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ ഇവിടെ കണ്ടില്ല, പെറ്റ്സിനെ കൊണ്ടുവരാൻ പാടില്ലാന്ന്. അവിടെ ചെന്നപ്പോൾ ആ ചേച്ചി പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മറ്റു മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ട്. അപ്പം ഞങ്ങളുടെ പകുതി മനസ്സോടെയാണ് ഞങ്ങൾ വന്നത്. ആ തിരിച്ചു പോയി. വേറെ ദിവസം വരാം. ആ ഇതിപ്പോൾ ഭയങ്കര വെള്ളമല്ലേ? ആ അങ്ങോട്ടേക്കൊന്നും വെള്ളം. അവിടെയൊക്കെ ചേട്ടൻ അവിടെ വേറെ ഗാർഡന്മാരുണ്ടല്ലേ? ഇവിടെ ഇഷ്ടം പോലെ പേര് മരിച്ചത് ഇങ്ങനെ ഓരോന്നിൽ കണ്ടിരുന്ന്. ഞങ്ങൾ കുളിക്കാനൊക്കെ ആയിട്ടാണ് വന്നത്. ആ അതെ, പക്ഷെ നമുക്ക് ഇത്രയും വെള്ളത്തിൽ ഏതായാലും നമ്മൾ കുളിക്കുക. നല്ല ഒഴുക്കുണ്ടല്ലേ? അവിടെ ചെറിയ ചെറിയ കുഴികളുണ്ടെങ്കിലും അവിടെ ഏതായാലും ഞങ്ങള് നമുക്ക് ഇവിടെ നിന്ന് ചെറിയൊരു വീഡിയോ എടുത്തിട്ട് പോവാം. ഏതായാലും ഇത് പിടിച്ചറിയത് ഇപ്പഴാണ് വീഡിയോ എടുത്തിട്ട്
ചെയ്യാനില്ല. എന്തായാലും ഇവിടം വരെ വരാൻ പറ്റിയല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരക്കായിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ചെറിയൊരു സ്കിപ്പിംഗ് വീഡിയോ എടുത്ത് പിന്നെ ആ ചേട്ടൻ പറഞ്ഞ് അവിടെ ഒരു ഏറുമാടം ഉണ്ടാകുമെന്ന് ജസ്റ്റ് കയറി കണ്ടിട്ട് പോയിക്കോ. അങ്ങനെ ഞങ്ങൾ ഏറുമാടമൊക്കെ കണ്ട് വേഗം തന്നെ ഇറങ്ങി. കാരണം ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും പറഞ്ഞാൽ അവിടെ മിക്കവാറും ലീഷ് പൊട്ടിച്ചിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു പോകാം. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം കിട്ടിയില്ലേ, അടച്ചിട്ടുണ്ടാവുന്ന വിചാരിച്ചത്. എന്തായാലും തട്ടി കഴിക്കാം അല്ലേ. കഴിഞ്ഞ ദിവസം ഞാനും വരണം അങ്ങോട്ട് നടന്ന് ലീശില്ലാണ്ട് പ്രഭൂസ് തിയേറ്റർ വരെ പോയി. അവൻ വരും, പക്ഷെ കുറച്ച് അങ്ങനെ അവൻ അവിടെ ലീശ് പൊട്ടിച്ചിട്ടുണ്ടാവുമോ എന്നുള്ള ഡൗട്ടിൽ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അത് പറഞ്ഞിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് പുറകിലുള്ള ചേട്ടൻ വിളിച്ച് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞോ അവിടെ ലീഷ് പൊട്ടിച്ചിട്ട് വരണോ വരണോ യാ വാ വരണോ വരണോ വാടാ വരണോ യാ വരണോ വരണോ എന്നാ 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 വാ 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 ഒന്നും ചെയ്യില്ല ചേച്ചി, ഒന്നും ചെയ്യില്ല. വരണോ ലോക്കി. Rokai